ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവ്ഭാജി ആട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി പാവ്ഭാജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് 1 കപ്പ് പട്ടാണി വേവിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ചെറുതായി മുറിച്ചതും ഉപ്പും വെള്ളം ചേർത്തിട്ട് ഇത് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം മൂത്തൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വലിയ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. അപ്പോൾ പകുതി ക്യാപ്സിക്കം ഞാൻ വേവിക്കാൻ ഇട്ടു, ബാക്കി പകുതിയാണ് ഇപ്പോൾ പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് പൊടിയായിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായി വരുന്ന വരെ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കണം. പിന്നെ ഒരു ടീസ്പൂണോളം കശ്മീരി ചില്ലിപ്പൊടി. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാവ്ഭാജി മസാല ഇട്ട് കൊടുക്കണം. അതൊരു 2 ടീസ്പൂൺ വലിയ ടീസ്പൂൺ പാവ്ഭാജി മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ എങ്ങനെയൊക്കെ ഇത് പൊടിച്ചെടുത്താലും ഇതിൻ്റെ ആ വാങ്ങിക്കണ മസാലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഞാനിത് സ്റ്റോക്ക് വയ്ക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച പട്ടാണിയും പച്ചക്കറികളും ഇട്ട് കൊടുക്കണം. പിന്നെ ഈ വേവിക്കണതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർക്കണില്ല, കാരണം നമ്മൾ അത് ചേർത്തില്ലെങ്കിലും ഈ സെയിം ടേസ്റ്റ് തന്നെ നമ്മുടെ ഗ്രേവിക്ക് കിട്ടും. 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതുപോലെ നമ്മുടെ പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഒരു വലിയ തവി വെച്ചിട്ടായാലും നന്നായിട്ടത് സ്മാഷ് ചെയ്തെടുക്കണം. എന്നാലാണ് ഗ്രേവിക്ക് ആ തിക്നെസ്സും ആ കൺസിസ്റ്റൻസിയും കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയില നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഗ്രേവി തിക്കാവുന്നതിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഭാജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പുകളിലൊക്കെ അവരെങ്ങനെ ചെയ്യണമെന്ന് അറിയാം. ഒരു വലിയ ഇതുപോലത്തെ തവ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ബട്ടറും മല്ലിയിലയും അതുപോലെ കശ്മീരി ചില്ലി കുറച്ച് ഇട്ട് കൊടുക്കും, ചില്ലി പൗഡർ. എന്നിട്ട് ഉണ്ടാക്കി വെച്ച ഭാജി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് എപ്പോഴും ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ട് എടുക്കും. സൈഡിൽ പാവും വെച്ച് കൊടുക്കും കേട്ടോ, ചൂടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ തവയിൽ നിന്നെടുത്ത് സെർവ് ചെയ്യുക. അങ്ങനെ ഭാജി നമ്മൾ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തെടുത്തു. ഇനി പാവ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ബട്ടർ, ഇതേ തവയിൽ തന്നെ കുറച്ച് ബട്ടറും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് പാവ് 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് തിരിച്ചിടാൻ കുറച്ച് പണിയാണ്. നല്ല ചൂടായിട്ടോ, തവ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ പാവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ലെമണിൻ്റെ പീസും കുറച്ച് സവാള അരിഞ്ഞതും പിന്നെ അതുകൂടാതെ ഒരു ഐറ്റം കൂടി ഉണ്ട്. ബട്ടർ നമ്മൾ ചേർത്തിട്ടില്ല. ബട്ടർ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം കഴിക്കുന്നതിന് മുമ്പ്. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാവ്ഭാജി റെഡിയായി. ഇനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു വാവ് ഫാക്ടറൊന്നുമില്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. ആദ്യം തന്നെ ലെമൺ ജ്യൂസ് ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല ബട്ടറിൽ മുങ്ങിയ ഭാജി എടുത്തിട്ട് പാവും കൂട്ടിയിട്ട് ഇതുപോലെ കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ പാവ്ഭാജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്.